ഹലോ, ഞാൻ ലിബില്ലേ. അപ്പം ഞാനിന്ന് സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. ആസിഫ് അലി നായകനായ സർക്കിട്ട്. അതായത് തമാർ കെ വി എന്ന് പറഞ്ഞ ഒരാൾ എഴുതി ഡയറക്റ്റ് ചെയ്തൊരു സിനിമ. പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ മറ്റേ വിനായക അജിത്ത്, അങ്ങനെ വിനായക എന്ന് പറഞ്ഞ അതിൽ കണ്ടായിരുന്നു. പിന്നെ മ്യൂസീഷ്യൻ വന്നത് ഗോവിന്ദ് വസന്ത എന്ന് പറഞ്ഞ ഏതൊരു പുള്ളി, പേരൊന്നും ആളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇതിൽ എഡിറ്റ് ചെയ്തേക്കുന്നത് മറ്റേ സംഗീത് പ്രതാപ്, ഏതാ പ്രേമലൂലൊക്കെ ഉള്ള ആ പയ്യൻ, അവൻ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ മെയിനായിട്ടും പറയേണ്ടത് ആസിഫ് അലിയാണ് നായകൻ. ആസിഫ് അലിയുടെ ഇപ്പം ഈ അടുത്തിറങ്ങിയ 2 പടവും 50 കോടി അങ്ങനെയൊക്കെ നേടിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആസിഫ് അലിയുടെ നല്ലൊരു സിനിമ അങ്ങനെ വേണം പറയാം. ആസിഫ് അലീനെ കൂടാണ്ട് ഈ പടത്തിൽ ആസിഫ് അലിയുടെ നായിക, അതായത് ആസിഫ് അലിയുടെ അല്ല, ആസിഫ് അലീനെ കൂടാണ്ട് ഈ പടത്തിൽ അഭിനയിച്ചിരുന്നത് മറ്റേ ദീപക് പറമ്പോൾ. ആ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ദിവ്യപ്രഭ എന്ന് പറഞ്ഞൊരു ഒരു നടി. എനിക്ക് ഇത് സിനിമയിലെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഇവരൊക്കെ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ദീപക് പറമ്പോളിൻ്റെ അടുത്ത് സഹായം എന്നല്ല, ദീപക് പറമ്പോളും ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഈ പടത്തിൽ പറയുന്നുണ്ട്. ഒരു കൊച്ചുണ്ടാകുമ്പോൾ ആ കൊച്ചിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ മെയിനായിട്ടും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാമിലി പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി മാത്രം ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം അല്ലാത്തവർക്ക് ഇത് കണ്ടാൽ ചെറുതായിട്ടൊരു ലാഗ് പോലെ തോന്നും. എനിക്കങ്ങനെ തോന്നിയായിരുന്നു. പിന്നെ എന്തായാലും പടം ഗംഭീരമാണ്. അതായത് ആസിഫ് അലിയുടെ ഒക്കെ പെർഫോമൻസ് കിടിലനാണ് കേട്ടോ. പിന്നെ ഇതിൽ ഈ പടത്തിൽ ജഫ്രോൺ എന്ന് പറഞ്ഞൊരു കൊച്ച്, ജപ്പു എന്ന് വിളിക്കണ ആ പേര്, ശരിക്കുള്ള പേര് ഓർഹാൻ ഹൈദർ അങ്ങനെ കണ്ട. അപ്പോൾ ആ കൊച്ച് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു തിയേറ്ററിൽ കയറി നമുക്ക് ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറി കാണാവുന്നൊരു പടമാണ് സർക്കിട്ട്. പിന്നെ പടത്തിൻ്റെ ഭൂരിഭാഗവും ഭൂരിഭാഗമല്ല, പടത്തിൻ്റെ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായിലെ രസകരമായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് അവിടുത്തെ ലക്ഷറി ജീവിതവും, ലക്ഷറി അല്ല, അവിടുത്തെ ജീവിതവും കാര്യങ്ങളും. അതായത് ചുരുക്കി പറഞ്ഞ കഥയുടെ വേണ്ട, എന്തായാലും ഫാമിലിക്ക് കയറാവുന്ന പടം. അതായത് ജോലി സംബന്ധമായിട്ട് അന്വേഷിച്ച് തേടി പിടിച്ചൊക്കെ എത്തണം ഒരു ചെറുപ്പക്കാരെ അവിടെ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ മെയിനായിട്ടും പറയുന്നത്. എന്തായാലും ആസിഫ് അലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ സൗണ്ട് സ്കോറൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ക്ലൈമാക്സിലാകുമ്പോൾ ഒരു കടലിലൊക്കെ പോണ ഒരു സംഭവമുണ്ട്, കടലിൽ ഇറങ്ങിക്കണം. അപ്പോൾ തിര അടിക്കണതൊക്കെ ആ വേവ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ പറ്റും. ആ സൗണ്ടും അതൊക്കെ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ വർക്ക്, അതും രസമായിട്ട് നല്ല, അതായത് കാറിൽ പോയതായാലും ഇപ്പം ബിൽഡിങ്ങിൻ്റെ മുകളിൽ മറ്റേ ആകാശം കണ്ടതായാലും നല്ല ഗംഭീരമായിട്ട് ക്യാമറ അതിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് കയറാവുന്നൊരു പടം, ഫാമിലിക്ക് കയറാവുന്ന ഒരു 1 ടൈം വാച്ചോട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ പടം ഓടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഫാമിലികൾ ഏറ്റെടുത്താൽ പടം മൂടും, അത്രയും ഇതിൽ പറയാനുള്ളൂ. ശരിയെന്നാ.